ഇന്നലെ ഞാൻ കണ്ണിയൻ മുഹമ്മദ് ഡോക്ടറുടെ, അദ്ദേഹം അൽമാസ് ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം തലവനാണ്. അദ്ദേഹത്തിന് പണി എന്താണ്? ഹഡ്ഡി ടൂട്ടേ ഹുയെ ഹഡ്ഡി ഹം ജോഡ്തേ ഹേ, അല്ലേ? എല്ല് പൊട്ടിയ ആൾക്കാരെ എല്ലൊക്കെ റെഡിയാക്കി കൊടുക്കലാണ് അദ്ദേഹത്തിന്റെ പണി. അദ്ദേഹത്തിന് വേറെ പണി വേണ്ടാൻ തീരുമാനിച്ച് ക്ലിനിക്കിലിരിക്കുക. വിദേശ രാജ്യത്ത് പോയി അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഞാൻ കേട്ടു ഇന്നലെ. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? ഞാനൊരു ഡോക്ടറാണ്, പക്ഷെ ഇപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ആകെ 30 ആയത്തേ ഉള്ളൂ. സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പാരായണം ചെയ്യണം. ഖബറിൽ അത് നിങ്ങളുടെ കൂട്ടുകാരനാണ്, സ്വർഗത്തിലേക്ക് നിങ്ങളുടെ വഴികാട്ടിയാണ്. ഒരു ഡോക്ടർ, ഒരു അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ അതിങ്ങനെ പറഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ പുളകം കൊണ്ടു ഈ രോമകൂമങ്ങൾക്കിടയിലൂടെ ഒരു കോരിത്തരിപ്പ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തുള്ള ഒരു സൂറത്ത്. അതൊരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ ആ സൂറത്ത് അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖബർ ശിക്ഷയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനാണ് സൂറത്തുൽ മുൽക്ക്. ശിക്ഷയുടെ മലക്കുകൾ കാലിന്റെ ഭാഗത്തിലൂടെ ഖബറിലേക്ക് വരുമ്പം കാല് പറയുമെന്നാണ്, ഇങ്ങോട്ട് കയറാൻ പറ്റൂല കേട്ടോ, ഇയാൾ സൂറത്തു മുൽക്ക് ഓതുന്നതാണ്, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. തലയുടെ ഭാഗത്ത് നിന്ന് വരുമ്പം ആ ഭാഗം പറയുമെന്നാണ്, ഇതിലെ കയറാൻ പറ്റൂല കേട്ടോ, ഇയാൾ സൂറത്തു മുൽക്ക് ഓതുന്ന ആളാണ്. ആ സൂറത്തു മുൽക്ക് നമുക്ക് അറിയാം, 30 ആയത്താണെങ്കിലും ആ ആയത്തൊന്ന് മനസ്സറിഞ്ഞ് ഓതിയാണ്ടല്ലോ. നിങ്ങൾ ഒരു വീട്ടിലേക്ക് എത്തി രാത്രി കിടക്കണതിന് മുമ്പ് ആ മനസ്സറിഞ്ഞ് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. കാരണം അതിന്റെ തുടക്കത്തിൽ ആയത്തുകളും ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളുടെ വിലാപങ്ങളൊക്കെ പറയുന്ന ആ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പം അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അതൊരു പുതിയ ശീലമാക്കി നമ്മൾ വളർത്തിയെടുക്കുക.